ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിറ്റ്കോയിൻ മലയാളി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 3 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓക്കെ. 2, ഇനി എന്ത് സംഭവിച്ചേക്കാം. 3, നമ്മൾ അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ന്യൂസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് ഭീതി പരത്തുന്ന അല്ലെങ്കിൽ പാനിക്കാക്കുന്ന ന്യൂസുകളാണ്, അല്ലേ. US എക്കോണമി തകരാൻ വേണ്ടി പോകുന്നു, US ഡോളർ തകർന്നിരിക്കുന്നു, അങ്ങനെ ഒത്തിരി ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ എപ്പോഴും സത്യാവസ്ഥ മനസ്സിലാക്കി പോകുമ്പോൾ നമ്മുടെ പാനിക്കിൽ നിന്ന് നമുക്ക് ഒത്തിരി രക്ഷപ്പെടാനൊക്കും. നമുക്ക് ഈ ഒരു ടെൻഷനിൽ നിന്ന് നമുക്ക് ഒത്തിരി രക്ഷപ്പെടാനൊക്കും. നമ്മൾക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു കയറും, നമ്മളിനി എന്ത് ചെയ്യണം എന്നുള്ളതിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഗൈസ്, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്ന S&P 500 എന്ന് പറയുന്നൊരു ചാർട്ടാണ്. നമുക്ക് കുറച്ച് ഡേറ്റ്സിനകത്തൂടെ പോകാം. ആ ഡേറ്റ്സിനകത്തൂടെ പോകുമ്പോൾ നമുക്ക് പിടികിട്ടും എന്താണ് എക്സാക്ട്ലി മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ കാണുന്ന ഞാൻ ഡേറ്റ് കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 18, 2024 കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാം ഒരു ഹ്യൂജ് ബാർ വന്നേക്കുന്നത്. അതായത് അന്നത്തെ ദിവസം മാർക്കറ്റ് ക്രാഷ് ചെയ്തിട്ടുണ്ട്. കുറേ നാളിന് ശേഷം ആദ്യമായിട്ടാണ് മാർക്കറ്റ് അങ്ങനെ ഒരു ക്രാഷിലേക്ക് പോകുന്നത്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്നത്തെ ആ ഡേറ്റിലുള്ളൊരു വാർത്താ ന്യൂസ്, CNBCയിലെ ഒരു ന്യൂസ്, അവരുടെ ഹെഡിങ്ങാണ് ഞാൻ വായിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ പറയുന്നത് ഫെഡ്, അതായത് ജെറോം പവൽ ഒരു പ്രൊജക്ഷൻ നൽകും. എല്ലാ മാസത്തിലും ഒരു പ്രൊജക്ഷൻ അവർക്ക് നൽകാറുണ്ട്. ഇനി എപ്പോഴാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രൊജക്ഷൻ നൽകും. ആ 2024 ഡിസംബർ 18 സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 5.5%. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് ഇവിടെ അറിയാം, 2020 കൊറോണ വന്നു, കോവിഡ് വന്നു. ആ സമയത്ത് US-ലും ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഒത്തിരി പൈസ പ്രിൻറ്റ് ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇൻഫ്ലേഷൻ ബാക്കി 21-ലും 22-ലൊക്കെ ഇൻഫ്ലേഷൻ കൂടി. അതുകൊണ്ട് US ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനാകും 2023 വന്നതോടെ 5.5% ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. 2% താഴെ കിടന്നതാണ് ആ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 5.5% ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു. അത് അവർ ഹോൾഡ് ചെയ്തിട്ട് 2024 ഓഗസ്റ്റ് വരെ അവർ ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് സെപ്റ്റംബറിൽ 18 അവർ ഫസ്റ്റ് 50 പോയിൻറ്റ്സ് കുറയ്ക്കുന്നു. പിന്നീട് 25 പോയിൻറ്റ്, പിന്നീട് 4.5 പോയിൻറ്റ് വരെ കുറയ്ക്കുന്നു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഡേറ്റ് ഡിസംബർ 18. ഈ ഡേറ്റിൽ അവർ ഈ 4.5-ലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് അവർ അനൗൺസ്മെൻറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി 2025 കയറുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇതേപോലെ കട്ട് ചെയ്യുന്നത് നിങ്ങളിവിടെ കണ്ടല്ലോ. ഇതേപോലെ ഇത് താഴോട്ട് കട്ട് ചെയ്യുവാണ് ഇൻട്രസ്റ്റ് റേറ്റ് 25 പോയിൻറ്റ്സും 50 പോയിൻറ്റ്സും ഇതൊക്കെ. അപ്പോൾ അതേപോലെ ഒരു കട്ട് 2025 എത്രമാത്രം കട്ട് ചെയ്യുന്നതെന്ന് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇൻഫ്ലേഷൻ സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നു. ചിലപ്പം ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നേക്കാം ഒരു 5 തവണ അല്ലെങ്കിൽ 6 തവണ ഈ ഒരു 2025 കട്ട് പ്രതീക്ഷിച്ചേക്കാം, ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് പോകുന്നത്. പക്ഷേ ഫെഡ് വന്ന് അനൗൺസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അങ്ങോട്ട് ഇനി എന്താണെന്ന് പറയാനൊക്കത്തില്ല. ചിലപ്പം കട്ട് കുറയും, അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് കുറയാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് അനൗൺസ് ചെയ്യുന്നതോടെ നമ്മുടെ S&P 500 താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഇവിടെ സംഭവിച്ചേക്കുന്ന ഈ റെഡ് ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ നിന്ന് ബിഗ് മണി, അതായത് ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പൈസ S&P 500 അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പുൾ ചെയ്തു. അവിടെ ഇരിക്കുന്ന ഹ്യൂജ് എമൗണ്ട് പുൾ ചെയ്തു. കാരണം എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മുന്നോട്ട് നോക്കി സഞ്ചരിക്കുന്ന ഒരു മെക്കാനിസമാണ്. അതായത് മുന്നോട്ട് ഫ്യൂച്ചർ ക്ലിയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റ് ബിയർ മാർക്കറ്റിലേക്ക് പോകും, അല്ലേ, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോകും. ഫ്യൂച്ചർ ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ഫ്യൂച്ചർ വളരെ ക്ലിയർ ആയിട്ട് പാത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്കോണമി വളരുന്നു എന്നൊക്കെ അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബൂം ചെയ്യും. സെയിം മെക്കാനിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ജെറോം പവൽ വന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫെഡ് വന്ന് പറയുന്നു, ഇനി അങ്ങോട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എങ്ങനെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല, ഇനി കണ്ടു തന്നെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു. അതോടെ മാർക്കറ്റിന് ഭീതിയായി, പാനിക്കായി. കാരണം അവർക്ക് മുന്നോട്ടുള്ള പാത്ത് മനസ്സിലാവുന്നില്ല, ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, മാർക്കറ്റിൽ നിന്ന് പൈസ പുൾ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാനൊക്കും ഡിസംബറിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചോപ്പിയായിട്ട് സൈഡ് വേസ് ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ. എന്നിട്ട് 21 ഫെബ്രുവരിയിൽ വന്നിട്ട്, അപ്പോൾ ഇവിടുത്തെ കൺസേൺ എന്താണ്, ഈ വലിയ ഹ്യൂജ് ബാറിൻ്റെ കൺസേൺ എന്താണ്,
ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോൾ കുറയും എന്ന് മാർക്കറ്റിന് അറിവില്ല. ഓക്കെ, അതിനൊരു വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കൊളാപ്സ് ചെയ്യുമല്ല, ഡൗൺ ട്രെൻഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. ഇവിടെ അതിനുശേഷം ചോപ്പി മാർക്കറ്റിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? ഇത് എക്സാക്ട് ഡയറക്ഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിന് കിട്ടുന്നില്ല. ഇവിടെ വരുമ്പോൾ ഇവിടാണ് നമ്മുടെ ഡൗൺ ട്രെൻഡിൻ്റെ എക്സാക്റ്റ് ബിഗിനിങ് തുടങ്ങുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിവിടെ താഴെ കാണാം 21 ഫെബ്രുവരി, അത് 2025 ഫസ്റ്റ് ഡൗൺ ട്രെൻഡിൻ്റെ കാരണമാകുന്ന ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണാനൊക്കും. അതായത് അവിടുന്ന് വീണ്ടും ഹ്യൂജായിട്ടുള്ള എമൗണ്ട് ആളുകൾ വലിച്ചെടുത്തുകൊണ്ട് പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. ആ ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 21 ഫെബ്രുവരി 2025 ഇവിടെ എഴുതിയിരിക്കുന്നു ഡൗ ഡ്രോപ്സ് 700 points ഫോർ വെസ്റ്റ് ഡേ ഓഫ് 2025. അതെ, ഓഫ് കോഴ്സ്. അതായത് S&P 500 ഡ്രോപ്പ് ചെയ്തേക്കുന്നുണ്ടോ? 2025 ആദ്യത്തെ ഹ്യൂജ് ആയിട്ടുള്ള ഡ്രോപ്പാണ് ഈ കാണുന്ന റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നത്, ഒന്ന് സ്റ്റിക്കി ആയിട്ടുള്ള ഇൻഫ്ലേഷൻ കണ്ടോ. അതായത് നേരത്തെ ഫെഡ് പറയുന്നത് പോലെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് യാതൊരു അറിവില്ല. ഇൻഫ്ലേഷൻ കൂടുന്നു, അതുപോലെ തന്നെ നിൽക്കുന്നു. അതിന് വ്യക്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണോ വേണ്ട എന്നുള്ളതിന് വ്യക്തമായുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ ഈ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ജെറോം പവലിൻ്റെ ആ സ്പീച്ചും എല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്നിട്ട് പറയുന്നത് എന്താണ്, ഇവിടുത്തെ വേറെ ഇഷ്യൂസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾമാർട്ടിൻ്റെ ഷെയർ 2.5% താഴെ വീണു. വാൾമാർട്ടിൻ്റെ ഷെയർ താഴെ വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഈ വെസ്റ്റേൺ കൺട്രീസിലുമെല്ലാം ഈ വാൾമാർട്ട് എന്ന് പറയുന്നത് നിൽക്കുന്നത് സാധാരണ ആളുകൾക്ക് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വിലയിലുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നതാണ് ഈ വാൾമാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, വാൾമാർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വാൾമാർട്ടിൻ്റെ എന്താണ് പറയുന്നത്, അവരുടെ പ്രൊജക്ഷൻ, ഫ്യൂച്ചറിലേക്കുള്ള പ്രൊജക്ഷൻ വളരെ മോശമാണെന്ന് വാൾമാർട്ട് പറയുന്നു. വാൾമാർട്ടിന് ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്നെന്ന് ഒരു റിപ്പോർട്ടിൽ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പാനിക്കാവും. വാൾമാർട്ട് പോലുള്ള കമ്പനി ഇത് പറയുമ്പോൾ അത് എക്കോണമി അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അത് അവർ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാൾമാർട്ടിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് വാൾമാർട്ടിൻ്റെ ചാർട്ടാണ്. ഈ കാണുന്നത്, ലെറ്റ് മീ ടേക്ക് ദിസ് വൺ. ഓക്കെ, അതാണ് ഈ ഡേറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഡിസംബർ 21 ഫെബ്രുവരിയിൽ ഈ കാണുന്ന ഈ ഡ്രോപ്പ് നമുക്കത് ഫില്ല് ചെയ്യാം. എനിക്കിവിടെ കാണാനൊക്കെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ബാർ. ഈ ഒരു ബാറും കൂടെ കണ്ടപ്പോഴത്തേക്ക് ആളുകൾ പാനിക്കായി. ഓക്കെ, പാനിക്കായിട്ട് എന്ത് സംഭവിച്ചു? പിന്നെ വീണ്ടും പാനിക്കായപ്പം എന്ത് പറ്റി? സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും ക്രാഷ് ചെയ്തു. വീണ്ടും പേടിയായി. വാൾമാർട്ട് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ വീണ്ടും പേടിപ്പെടുന്ന അനൗൺസ്മെൻറ്റ് എല്ലാം കൊണ്ട് നോക്കുമ്പോൾ വല്ലാത്തൊരു എക്കോണമി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്കോണമി ബൂമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊന്നും കേൾക്കുന്നില്ല. എക്കോണമി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഈ രണ്ട് ബാറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റി ഹ്യൂജ് ആയിട്ടുള്ള മണി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനൊക്കും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ? നമ്മുടെ വരച്ച് കാണിക്കാം. ഉണ്ട്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ? ആക്ച്വലി ഇറ്റ്സ് ഹ്യൂജ്. കണ്ടോ? 2 ദിവസത്തെ ഗ്യാപ്പാണത്. ഓക്കെ, അപ്പോൾ ഇത് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏപ്രിൽ 3 കണ്ടോ, ഈ ഡേറ്റ് ഏപ്രിൽ 3 നമ്മുടെ ട്രംപ് വന്നിട്ട് താരിഫിനെ കുറിച്ച് സംസാരിക്കുന്നത്. ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിന് വേണ്ടി എക്സ്പോർട്ടിൽ താരിഫ് ഏർപ്പെടുത്താൻ പോവുകയെന്ന് പറഞ്ഞൊരു ന്യൂസ് വരുമ്പോഴത്തേക്ക്, ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് S&P 500 ഇത്രയും ശക്തമായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് കാണുന്നത്, അത്ര ഫാസ്റ്റായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് കാണുന്നത്. കണ്ടോ? ഇവിടുന്ന് ഏപ്രിൽ 3 അനൗൺസ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റി? മാർക്കറ്റ് ഡൗൺ. ഓൾറെഡി ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നില്ല എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നങ്ങൾ മാർക്കറ്റ് കടുപ്പമുണ്ട്. അതിൻ്റെ കൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുള്ള രീതിയിൽ കൂടെ ട്രംപിൻ്റെ താരിഫിന് അനൗൺസ്മെൻറ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? മാർക്കറ്റ് കൂപ്പൂത്തി. സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം 20% അതിൽ കൂടുതലോ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസഷനിലേക്ക് പോകുകയാണ്. അല്ലെങ്കിൽ ഈ 20%
വരെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ റിസഷൻ സ്റ്റാർട്ട് ചെയ്തു, ബിഗിനിങ് ഓഫ് ദ റിസഷൻ എന്നാണ് കരുതപ്പെടുന്നത്. ഒരു 25%, ഒരു 30% മാർക്കറ്റ് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ടോപ്പിൽ നിന്ന് താഴോട്ട് വരെ 30% ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും, അതായത് റിസഷൻ്റെ ഏറ്റവും ബോട്ടത്തിലാണ് നമ്മൾ കിടക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇവിടെ കാണാൻ നോക്കും. ലെറ്റ് മീ ടേക്ക് ദിസ് വൺ. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം 21% പോയി. 21% പോകുമ്പോഴത്തെ തന്നെ ന്യൂസ് വന്നത്, നമ്മുടെ ഈ ഇൻഡെക്സ്, എസ്പെഷ്യലി S&P 500, നാസ്ഡാക്ക് 20% ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ റിസഷനിലേക്ക് കൂപ്പൂത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് എ ബിഗിനിങ്. 25-30% ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാക്ട്ലി ബോട്ടത്തിലാണ് കിടക്കുന്നത്. നമ്മുടെ റിസഷനാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, റിസഷനിലേക്ക് ടച്ച് ചെയ്യുന്നു. 21%ഓളം S&P 500 ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഡേറ്റ് ഉണ്ട്, ഈ വലിയൊരു ഗ്രീൻ ക്യാൻഡിലുണ്ടോ, ഹ്യൂജ് ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഏപ്രിൽ 9 വരുന്നത്. ആ 9 ഒരു കാര്യം നടക്കുന്നുണ്ട്. ഓക്കെ, 9 വന്ന് കാര്യം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഓക്കെ, അതൊന്ന് പറഞ്ഞുതരാം. 9 നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് വന്ന് അനൗൺസ് ചെയ്യുന്നു താരിഫ് ബാക്കിയുള്ള കൺട്രീസിൽ 90 ഡേയ്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എക്സെപ്റ്റ് ചൈനയ്ക്ക് അത് ബാധകമല്ല. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ പറയുന്ന 90 ദിവസത്തേക്ക് താരിഫ് പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വരുന്നു. ആ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാർക്കറ്റ് പോകുന്നത്. നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു ഗ്യാപ്പ് കണ്ടോ? Let me draw this one here. ഓക്കെ, നിങ്ങൾ ഇന്ന് കണ്ട ഇത് കണ്ടോ, ഈ ഗ്യാപ്പ്? ഇതെന്ന് പറയുന്നത് സെയിം ന്യൂസ് തന്നെയാണ്. അതായത് ഇന്നത്തെ ന്യൂസ് മാർക്കറ്റ് കണ്ടോ, Dow rallies 500 points after Trump softened stance on Powell and China tariff. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവരുടെ ഒരു പ്ലേ ആണ്. അതായത് മാർക്കറ്റിനെ ഒന്ന് ക്രാഷ് ചെയ്യിപ്പിക്കണം, അതായത് ഒരു റിസഷനിലേക്ക് തള്ളിവിടുവല്ല, മാർക്കറ്റിനെ മൊത്തത്തിലൊന്ന് ഈ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു ടാക്ടിക്സാണ്. ഇവിടെ നിങ്ങൾ കണ്ട 2 കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ റിവൈൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ഫസ്റ്റ് ഇൻഫ്ലേഷൻ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ മാർക്കറ്റിന് കിട്ടിയില്ല, മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നു അല്ലേ. 2, വാൾമാർട്ട് പോലുള്ളൊരു കമ്പനി വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൊജക്ഷൻ ഭയങ്കര ബാഡായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് വീണ്ടും മാർക്കറ്റ് കൺഫർമേഷൻ പോലെ പറയുന്നു, ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ എക്കോണമി നല്ല രീതിയിൽ, നല്ല ദിശയിലേക്കല്ല പോകുന്നതെന്ന് കാര്യം പറയുന്നു. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണ്, ഇൻഫ്ലേഷൻ്റെ കാര്യം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. അതിനുശേഷം രണ്ടാമത്തെ കാര്യം, ട്രംപ് വന്ന് താരിഫ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് അപ്പോഴത്തേക്ക് കൂടുതൽ ശക്തമായിട്ട് താഴോട്ട് ട്രേഡ് വാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് വീണ്ടും മാർക്കറ്റ് വീണ്ടും കുപ്പുകുത്തുന്നു. അപ്പം നേരെ റിസഷൻ്റെ 20% ലെവലിലേക്ക് എത്തുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ, അതായത് താരിഫിൻ്റെ ഇഷ്യൂസ്, ഇപ്പോൾ എക്സ്പെഷ്യലി ചൈനയുമായിട്ടുള്ള US-ൻ്റെ താരിഫിൻ്റെ ഇഷ്യൂസ് തീരണം, ആൻഡ് ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലൊരു തീരുമാനം, അല്ലെങ്കിൽ ഇനി എത്ര കട്ട് ഈ വർഷം ഉണ്ടാകും, 3, 4, 5 കട്ട് കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഈ 2 കാര്യത്തിനും ക്ലാരിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് തിരിച്ച് പ്രീവിയസ് ഹൈയും ന്യൂ ഹൈയിലേക്കും പോകും. കാരണം മനസ്സിലായി, ഈ 2 കാര്യങ്ങൾക്ക് വ്യക്തത വന്നാൽ മതി. അല്ലാതെ ഈ ലോകം തകരാൻ വേണ്ടി പോകുകയാണോ, അല്ലെങ്കിൽ US കൊളാപ്സ് ചെയ്യാൻ വേണ്ടി പോകുകയാണോ, ഇതൊന്നും നിങ്ങൾ കണ്ട് പാനിക്കേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾ എക്സാക്ട്ലി എന്താണെന്ന് അറിയണം. നിങ്ങൾ ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാം എവിടെ നിന്നാണ് പൈസ പുൾ ഔട്ട് ചെയ്ത് പോയേക്കുന്നത്. ആ പൈസ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ എക്സാക്ട് പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു സംഭവം തിരിച്ച് മുന്നോട്ട് പൂർണ്ണമായിട്ടും മേപ്പോട്ട് പോകത്തുള്ളൂ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റ് എക്കോണമി കാണുന്നത് മുന്നോട്ടൊരു ദിശ, ഒരു ക്ലിയർ പാത്ത് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ഒരു ക്ലിയർ പാത്തില്ല, ടാരിഫിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, ഇൻഫ്ലേഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ മൊത്തമായിട്ടൊരു ക്ലാരിറ്റി ഇല്ലാതെ പോകുമ്പോൾ എന്തു സംഭവിക്കുന്നു പറഞ്ഞാൽ, ലോകത്തിലെ ഹാർഡായിട്ടുള്ള മണി, സേഫ് ഹെവൻ എന്ന് പറയുന്നത് ഗോൾഡാണ്. ലോകം മുഴുവനും അംഗീകരിച്ചേക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഇഷ്യൂസ് എക്കോണമിയിൽ ഉണ്ടാകുമ്പോൾ ആളുകൾ സേഫസ്റ്റായിട്ട് കയറി കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മേടിക്കും കൂടുതൽ അല്ലേ. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും. ഗോൾഡ്, ഓക്കെ നിങ്ങളിവിടെ കണ്ടോ, ഗോൾഡ് വാസ് ഗോയിങ് അപ്പ്.
ഇവിടെ ഓക്കെ ഇവിടെ നിങ്ങൾ കണ്ടോ ഡിസംബർ 18 നമ്മളെന്താണ് പറഞ്ഞത്, ഫെഡ് വന്നിട്ട് അനൗൺസ് ചെയ്യുന്നു ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് പറ്റുന്നുണ്ട്, അവിടെ അന്നത്തെ ദിവസം അനൗൺസ്മെൻറ്റ് നടക്കുന്ന ദിവസം ഗോൾഡ് താഴോട്ട് പതിക്കുന്നു. ഇവിടെ ഈ ലോകത്ത് പെട്ടെന്നൊരു പാനിക്ക് അൺസർട്ടനിറ്റി പെട്ടെന്നൊരു ദിവസം വരുമ്പോൾ ലോകത്തുള്ള എല്ലാ അസറ്റുകളും താഴോട്ട് പോകും. ഇനി എത്ര സേഫ് ഹേവൻ ആണെന്ന് പറഞ്ഞാലും ബിറ്റ്കോയിൻ ആകട്ടെ, ഗോൾഡ് ആകട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, കമ്മ്യൂണിറ്റി ആകട്ടെ, എല്ലാം താഴോട്ട് പോകും ഒരു പാനിക്കിൽ, ഫസ്റ്റ് പാനിക്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഫസ്റ്റിൽ. അതുകൊണ്ട് ഈ സാധനം എല്ലാം ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ ഈ പാനിക്കായിട്ട് അവരൊന്ന് ചിന്തിക്കും, ഓക്കെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്ത് ചെയ്യാൻ ഒക്കുമെന്ന് പറയുമ്പോഴാണ് സേഫസ്റ്റ് ആയിട്ടുള്ള സോണിലേക്ക് പോകുന്നത്, അത് ഗോൾഡ് മേടിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. നിങ്ങൾ ഇവിടെ കാണാം, ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഡിസംബർ 18 വെച്ച് ഇവിടെ നിർത്തിയിട്ട് ഇവിടെയാണ് ഫസ്റ്റ് നമ്മുടെ S&P 500 കൊളാപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഗോൾഡും കൊളാപ്സ് ചെയ്യുന്നു, തിരിച്ച് റിക്കവർ ചെയ്യുന്നു, പിന്നെ ഗോൾഡ് റൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്തുകൊണ്ട്, എക്കോണമി എങ്ങനെ പോകുന്നതെന്ന് അറിയാത്ത രീതിയിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾ കണ്ടോ, ഏപ്രിൽ 3 ട്രംപിൻ്റെ താരിഫിന് അനൗൺസ്മെൻറ്റ് കാരണം വീണ്ടും ഗോൾഡ് താഴോട്ട് പോകുന്നു, അതിനുശേഷം വീണ്ടും തിരിച്ചു പോകുന്നു. പക്ഷെ മാർക്കറ്റ് എങ്ങോട്ട് പോയി, S&P 500 എങ്ങോട്ട് പോയി, താഴോട്ട് കുതിച്ചു അല്ലേ. ഗോൾഡ് എങ്ങോട്ട് പോയി, എക്സാക്റ്റ് ഓപ്പോസിറ്റ്. അതാണ് പറഞ്ഞത്, സേഫായിട്ടുള്ള ഹെവനാണ് എപ്പോഴും ഗോൾഡ്. അത് എക്കോണമിയിൽ ഡയറക്ഷൻ കറക്റ്റായിട്ടില്ലെങ്കിൽ ഗോൾഡിലേക്ക് പൈസ പോകും. പക്ഷേ എക്കോണമിയിലെ ഡയറക്ഷൻ കറക്റ്റായി എല്ലാം നോർമൽ സ്റ്റേജിലേക്ക് എക്കോണമി ബൂം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ എന്ത് പറ്റും, ഗോൾഡ് ആളുകൾ ഡംപ് ചെയ്യും. ഡംപ് ചെയ്തിട്ട് ആ പൈസ നേരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകും. കാരണം ഗോൾഡിനകത്ത് ഗോൾഡ് അത്രയും പവറായിട്ട് വളരത്തില്ല സ്റ്റോക്ക് മാർക്കറ്റ് പോലെ, പറഞ്ഞ മനസ്സിലായോ. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പൈസ പോകും, ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾഡിൻ്റെ പ്രൈസ് ഹ്യൂജായിട്ട് മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, ലാസ്റ്റ് 2 ദിവസം ട്രംപിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് കാരണം ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകാൻ വേണ്ടി തുടങ്ങി അല്ലേ. ഇവിടെ ഞാൻ മൂന്നാമത്തെ കാര്യം, ഫസ്റ്റ് കാര്യം എന്താണ് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു നമ്മളിതിപ്പോൾ പറഞ്ഞു. മാർക്കറ്റ് താരിഫിൻ്റെ ഇൻഫ്ലേഷൻ്റെയും കാര്യം കൊണ്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ക്ലിയർ അപ്പ് ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള സൂചന കിട്ടുമ്പോഴത്തേക്ക് മാർക്കറ്റ് അത് കാണിക്കുന്നുണ്ട്, പക്ഷേ ഫൈനലൈസ് ആയിട്ടില്ല താരിഫിൻ്റെ കാര്യങ്ങളും ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങളും. സെക്കൻഡ് ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, മാർക്കറ്റ് അപ്വേഡിലേക്ക് പോകും. അതാണ് ഇനി എന്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു മാർക്കറ്റിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്വേഡ് ഡയറക്ഷനിലേക്ക് പോകും, ഗോൾഡ് ക്രാഷ് ചെയ്യും അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അവിടാണ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രാധാന്യം വരുന്നത്. നിങ്ങൾ S&P 500 കണ്ടായിരുന്നല്ലോ. S&P 500 ഡൗൺ വേഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ബിറ്റ്കോയിൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിൻ സ്റ്റാർട്ട് ചെയ്തു, പമ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അതായത് ആദ്യമേ ഗോൾഡ് സേഫ് ഹെവനാണ്. ഗോൾഡ് ആദ്യം പൊങ്ങാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തുള്ള മെജോറിറ്റി ആളുകളും വിശ്വസിക്കുന്നത് ഗോൾഡിനെയാണ് അല്ലേ. ബിറ്റ്കോയിന് ലോകത്തെ 2% അഡോപ്ഷനെ വന്നിട്ടുള്ളൂ. 98% ആളുകളും ബിറ്റ്കോയിനെ വിശ്വസിക്കുന്നില്ല സേഫ് ഹെവനായിട്ടുള്ള കാര്യം, പക്ഷേ ഗോൾഡിനെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഗോൾഡ് വിശ്വസിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും കയ്യിലും ഗോൾഡുണ്ട്. അമേരിക്കയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെന്ന് കാണുമ്പോഴേ തന്നെ എല്ലാം ഗോൾഡ് അക്യൂർ ചെയ്യും. ഏറ്റവും കൂടുതൽ ഇപ്പം ഗോൾഡ് അക്യൂർ ചെയ്യുന്നത് ചൈനയും ഇന്ത്യയാണ്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ, ചൈന, ഇന്ത്യ, റഷ്യ. അപ്പോൾ ഇവർ ഗോൾഡ് ഇങ്ങനെ അക്യൂർ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഗോൾഡിൻ്റെ പ്രൈസ് അതിശക്തമായിട്ട് മൂവ് ഔട്ട് ചെയ്യും. നിങ്ങളിവിടെ കണ്ടോ. അതിനുശേഷം ഗോൾഡ് ഒന്ന് മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോൾഡ് നിങ്ങൾക്കറിയാം 6000-7000 വർഷം പഴക്കമുള്ളതാണ് ഈ ഗോൾഡിൻ്റെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. 6000 കൊല്ലമായിട്ട് ഗോൾഡ് നമ്മുടെ ഇടയിലുണ്ട്, സേഫായിട്ട് നമ്മൾ സേഫ് ഹെവനായിട്ട് നമ്മൾ കരുതപ്പെടുന്നു. അപ്പോൾ ഇത്രയും പ്രായമായിട്ടുള്ള ഈ കക്ഷിക്ക് ഇത്രയും ഹെവി ആയിട്ട് റൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. കുറേ നേരം റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും, ബാറ്റൺ കൈമാറും ബിറ്റ്കോയിന് വേണ്ടി. ബിറ്റ്കോയിന് എനിക്ക് പ്രായമായി, എനിക്ക് ഞങ്ങളുടെ മുന്നോട്ട് സഞ്ചരിക്കാൻ ഒക്കത്തില്ല, ഇനി നീ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയും. അതെല്ലാ വട്ടവും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് കാണാനൊക്കും, സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോകാൻ തുടങ്ങി അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോകാൻ തുടങ്ങി. ബിറ്റ്കോയിൻ അതിനുശേഷം അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ആദ്യമേ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കൂടെ തന്നെ ബിറ്റ്കോയിൻ സഞ്ചരിക്കാൻ തുടങ്ങി. അതിനുശേഷം പെട്ടെന്ന് ബിറ്റ്കോയിൻ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് കാണാനൊക്കും എപ്പോഴും ഗോൾഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ ബാക്കി ഭാഗം ക്ലിയർ ഔട്ട് ചെയ്യുന്നത് ബിറ്റ്കോയിനാണ്. അതായത് അത്രയും പിന്നീടാണ് ബാക്കി ആളുകൾ അറിയുന്നത്
ബിറ്റ്കോയിനാണ് സേഫസ്റ്റ് വൺ. അത് സ്ലോലി ഇത് മൂവ് ഔട്ട് ചെയ്യത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ ഇവിടുത്തെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഇത്രയും ശതമാനം പെർഫോമൻസ് തരുന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഗോൾഡ് ക്ഷീണിച്ച് കഴിഞ്ഞ് ബിറ്റ്കോയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ആയിരിക്കും. മൾട്ടിപ്പിൾ ടൈം ഗ്രോത്ത് ആയിരിക്കും ഗോൾഡിനേക്കാളും ബിറ്റ്കോയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ബിറ്റ്കോയിൻ സ്റ്റാർട്ട് ചെയ്തു, കാരണം ലോകം എല്ലാം പാനിക്കായി, എക്കോണമി അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷേ ബിറ്റ്കോയിൻ ആയിട്ട് പ്രശ്നങ്ങളില്ല. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ബിറ്റ്കോയിന് ബിസിനസ് ഇല്ല, സർവീസസ് ഇല്ല, ഒന്നുമില്ല. ഇത് ന്യൂട്രൽ ആയിട്ടുള്ളൊരു അസറ്റാണ്. ജസ്റ്റ് ബൈ, ആളുകൾ എന്ത് ചെയ്യും? ജസ്റ്റ് ബൈ ചെയ്യും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ബിറ്റ്കോയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചാനൽ നമ്മുടെ വീഡിയോ ക്ലോസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, എക്കോണമി മോശമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഗോൾഡ് സ്റ്റാർട്ട് ചെയ്തു, ഇനി ബിറ്റ്കോയിനും സ്റ്റാർട്ട് ചെയ്തു. ബിറ്റ്കോയിൻ ഇനി എക്സ്പോണൻഷ്യൽ മൂവിലേക്ക് അടുത്തൊരു ലെഗിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഇനി പെട്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് താരിഫിൻ്റെയും ഇൻഫ്ലേഷൻ്റെയും കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, അല്ലേ? ബുൾ റണ്ണിലേക്ക് പോകും. അപ്പോഴും ബിറ്റ്കോയിൻ ബുൾ റണ്ണിലേക്ക് പോകും. ഏതൊരു വേ ബിറ്റ്കോയിൻ വിൻസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്, ബിറ്റ്കോയിൻ ഈസ് എ സേഫ് ഹെവൻ, അല്ലേ? ഇറ്റ്സ് എ റിയൽ മണി. ആളുകളത് മനസ്സിലാക്കി പയ്യെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏത് തന്നെ ആണെങ്കിലും, എക്കോണമി ക്രാഷ് ചെയ്താലും, എക്കോണമി ബൂമിങ്ങിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാലും ബിറ്റ്കോയിൻ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. ബിറ്റ്കോയിൻ ആദ്യം ഒരു ഹിക്കപ്സ് ഉണ്ടാകും. ആദ്യമേ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ട് അതിനകത്തുനിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാറാണ് പതിവ്. ഡീകപ്പിൾഡ് ചെയ്യുമെന്ന് പറയും നമ്മൾ. ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കൂടെ അതിൻ്റെ ഈ താരിഫിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം താഴ്ത്തു പോയി. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് അത്രയും താഴ്ത്തു പോയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം, നോക്കിക്കേ. ഈ 200 മൂവിങ് ആവറേജ് ഈ റെഡ് ലൈൻ നോക്കിക്കേ, S&P 500 റെഡ് ലൈൻ നോക്കിക്കേ, എവിടെ കിടക്കുന്നു അത്രയും താഴോട്ട് ഗ്യാപ്പ് ചെയ്ത് ഇറങ്ങിയേക്കുന്നുണ്ടല്ലേ. പക്ഷേ അപ്പോഴും ബിറ്റ്കോയിൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ ഒരു കൺസോൾട്ടേഷൻ കണ്ടോ? ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡിലൊക്കെ ബിറ്റ്കോയിൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിന്നത്. ഈ ഒരു സമയങ്ങളിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നമുക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഓക്കെ, ബിറ്റ്കോയിൻ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സേഫസ്റ്റ് ഹെവൻ എന്ന് നമ്മളെപ്പോഴും പറയുന്ന ബിറ്റ്കോയിൻ അതിൻ്റെ എക്സാക്റ്റ് അവൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതെല്ലാം പൊങ്ങിക്കഴിഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്കോണമി ക്ലിയർ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഗോൾഡ് താഴോട്ട് കൊളാപ്സ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ബൂം ചെയ്യാൻ വേണ്ടിയിരിക്കും. റിസ്ക് ഓഫിൽ നിന്ന് റിസ്ക് ഓണിലേക്ക് മണി മൂവ് ചെയ്യും. അപ്പോൾ അവിടെ ബിറ്റ്കോയിൻ എന്ത് പറ്റും? വീണ്ടും ബിറ്റ്കോയിൻ അതിശക്തമായിട്ട് തന്നെ, ഇതിനേക്കാളും ശക്തമായിട്ട് തന്നെ മൂവ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും. കാരണം മനസ്സിലായി, ഏതൊരു വേ ബിറ്റ്കോയിൻ മീൻസ്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാക്ക് ബിറ്റ്കോയിൻ, ബൈ ബിറ്റ്കോയിൻ. ഓക്കെ, നെവർ സെൽ യുവർ ബിറ്റ്കോയിൻ, ഇറ്റ്സ് എ ഫ്രീഡം. ഓക്കെ, നെവർ എവർ സെൽ ഇറ്റ്. ഗൈസ്, കം ആൻഡ് ജോയിൻ ബിറ്റ്കോയിൻ മലയാളി ക്ലബ്. ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, അത് പെയ്ഡഡ് ആണ്. ജസ്റ്റ് $1 എവറി മന്ത്. നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് ചർച്ച ചെയ്യും, ബിറ്റ്കോയിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യും, ബിറ്റ്കോയിൻ എങ്ങനെ സേവ് ചെയ്ത് വെക്കണമെന്ന് നമ്മൾ സംസാരിക്കും, ബിറ്റ്കോയിൻ എങ്ങനെ മേടിക്കണം, ബിറ്റ്കോയിൻ ഏത് രീതിയിൽ മേടിച്ചാൽ സാധാരണ ആളുകളെക്കാളും കൂടുതൽ ബിറ്റ്കോയിനൊക്കെ അക്യുമുലേഷൻ ചെയ്യാനൊക്കെ, അതായത് ബൈയിങ് പ്ലാൻ എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയത്ത് നിങ്ങൾ ബിറ്റ്കോയിൻ വാങ്ങിക്കണം എന്നതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ക്ലബ്ബിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഡിസ്കോഡിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് ജോയിൻ. ഓക്കെ, സോ അവർ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. ഗൈസ്, ദിസ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. 93,000 ഈസ് നത്തിങ്. നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു ടോപ്പിക്ക് വേറൊരു വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയുള്ള വീഡിയോ. പാനിക്കാവേണ്ട കാര്യങ്ങളില്ല, എല്ലാം തിരിച്ച് പഴയ സ്ഥാനത്തിലേക്ക് എത്തും. ബിറ്റ്കോയിന് ഇവിടുന്ന് റൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ ബൈ.